സെക്രട്ടേറിയറ്റിനു മുന്നിലെ അക്രമ സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായി ജയിൽ മോചിതനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വീണ്ടും പോലീസ് കേസ്. ജയിൽ മോചനത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിന് പൂജപ്പുര സെൻട്രൽ ജയിലിനു മുന്നിൽ നൽകിയ സ്വീകരണത്തിലാണ് പുതിയ കേസെടുത്തത്. അന്യായമായി സംഘം ചേരൽ, ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ 12 യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരിലും കണ്ടാലറിയാവുന്ന 100ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലുമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കി, സർക്കാർ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു എന്നിങ്ങനെയാണ് കേസുകൾ നീളുന്നത്. പോലീസ് ആജ്ഞ ലംഘിച്ച് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ ശേഷം തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കുന്ന 5ാമത്തെ കേസാണിത്. അറസ്റ്റ് ചെയ്ത പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന് 4 കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് ജയിൽ മോചിതനായത്. പൂജപ്പുര ജില്ലാ ജയിലിൽ കോടതി ഉത്തരവെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഈ മാസം 9 പുലർച്ചെയാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ.